ഫിബ് എന്ന ബേസിസിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞ പോലെ 0.7 ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. എന്നാൽ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് ഒന്ന് പോവുകയും കുറച്ച് ചേഞ്ചസ് ഒന്ന് വരുത്താം. ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ 2-3 ഇൻഡിക്കേറ്റേഴ്സ് ക്ലബ് ചെയ്തിട്ട് വേണം ആസ് എ ബിഗിനർ നിങ്ങൾ അത് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫിബ് എടുക്കുകയും ഈ ഒരു സ്വിംഗ് ലോയിൽ നിന്ന് ഈ ഒരു സ്വിംഗ് ഹൈ വരെ നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പൊ എന്താണ് ഈ സ്വിംഗ് ലോ എന്ന് പറയുന്നത് 50% അല്ലെങ്കിൽ 61.8% ഈ ഒരു റേഞ്ചിൽ നിന്നായിരിക്കും തിരിച്ച് ഒരു ബൗൺസ് ബാക്ക് തരുന്നത്. ഇത് ഓൾമോസ്റ്റ് ഈ ഒരു 0.5 50%, അതല്ലാന്നുണ്ടെങ്കിൽ 61.8% നിന്നാണ് റീട്രേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ താഴത്തേക്ക് നമുക്കൊരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കേണ്ടത്, ഇല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്വിംഗ് ലോ നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ഫിബൊനാച്ചി വെച്ച് ട്രേഡ് ചെയ്യാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ പലരും ഫിബ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ദിസ് ഇസ് മീ അരുൺ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രെയിനിങ്. വെൽ, ഫിബ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കൊരു റീട്രേസ്മെന്റ് കറക്റ്റായിട്ട് ഒരു ഹയർ ഹൈ ജനറേറ്റ് ചെയ്തിട്ട് ഒരു ഹയർ ലോ, അതായത് ഒരു ലോ ജനറേറ്റ് ചെയ്തേക്കുന്നത് പ്രോപ്പർ ആയിട്ടാണോ, അവിടെ നമുക്കൊരു റാലി എക്സ്പെക്ട് ചെയ്യാമോ, ഇതൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഫിബിന്റെ ഈ ഒരു ലോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതേസമയം ഹൈ ഐഡന്റിഫൈ ചെയ്യാൻ, ബെയറിഷ് ട്രേഡിലേക്ക് ഹൈ ഐഡന്റിഫൈ ചെയ്യാനായിട്ടും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു അനാലിസിസിൽ ഒരു ടൂള് തന്നെയാണ് ഫിബ് എന്നുള്ളത്. പലരും ഇത് കറക്റ്റായിട്ടല്ല യൂസ് ചെയ്യുന്നത്. നമുക്കതൊന്ന് വളരെ സിമ്പിൾ ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്, ഇച്ചിരി കോംപ്ലക്സ് ആക്കി കുറെ അധികം ലെവൽസ് കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. നമുക്കതൊന്ന് റെഡ്യൂസ് ചെയ്യാം. ആദ്യം തന്നെ ഫിബ് എടുക്കണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ബോട്ടത്തിൽ 1 2 3 മൂന്നാമത്തെ ഓപ്ഷനിൽ ഫിബ് റീട്രേസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടം വരെ കാണാൻ സാധിക്കും. See here 1, 0.78, 0.618, 0.5, 0.38 ഇങ്ങനെ ഓരോ ലെവൽസ് ആണ് കാണുന്നത്. ആക്ച്വലി ഫിബൊനാച്ചി അല്ലെങ്കിൽ ഫിബ് എന്ന് പറയുന്നത് ഫിബൊനാച്ചി നമ്പർ ഇല്ലെ ഫിബൊനാച്ചി സീരീസിന്റെ ബേസിസിലാണ് വരുന്നത്. അത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ 1 എടുക്കുകയാണെങ്കിൽ 1നെ 1 കൊണ്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയാണ് വരുന്നത്, അതിനെ അതുകൊണ്ട് മാത്രമായിരിക്കും നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യുകയും ഫൈനലി നമുക്ക് 0യിലേക്ക് എത്തിച്ചേരാനായിട്ടും സാധിക്കുന്നത്. അപ്പോൾ ഫിബ് എന്ന ബേസിസിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞ പോലെ 0.7 ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. എന്നാൽ നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് ഒന്ന് പോവുകയും കുറച്ച് ചേഞ്ചസ് ഒന്ന് വരുത്താം. ഈ താഴത്തേക്കുള്ള നമ്പേഴ്സ് ഇവിടെ കണ്ടോ, താഴത്തേക്കുള്ള ഈ നമ്പേഴ്സ് നമുക്ക് ആവശ്യമില്ല. സോ അത് നമുക്കൊന്ന് ഡയറക്ട്ലി ചേഞ്ച് ചെയ്യാം. ഇവിടെ കണ്ടോ, ഇതൊക്കെ ഇന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം അതിൽ നിന്ന് പോകുന്നതായിരിക്കും. 0 to 1 to 0 മാത്രമാണ് നമുക്ക് എന്തായാലും ആവശ്യമായിട്ടുള്ളത്. സോ ഞാൻ ഈ 2.6, 4.2, 1.2, 3.6 ആൻഡ് 1.6 ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ഈ ഒരു കളറൂടെ കണ്ടോ, ഈ കളറൂടെ മാറ്റുക. അതിന്റെ നമുക്ക് ആവശ്യമില്ല ഇതില്. ദെൻ ഈ ഒരു പ്രൈസസ് എന്ന് പറയുന്ന ലെവൽ കണ്ടോ, ഞാൻ അതൊന്നും മാറ്റുകയാണ്. കാരണം നമുക്ക് പേഴ്സൺ ഇതിനിടയ്ക്കുള്ള 3972 അതൊന്നും നമുക്ക് ആവശ്യമില്ല. സോ ഞാൻ ആ പ്രൈസസ് കൂടെ മാറ്റുന്നു. ഈ ലെവൽസോ ഇതിപ്പോ നമുക്കുള്ളത് വാല്യൂ ബേസസിലാണ്. ഞാൻ ഇതൊന്നും നേരെ പെർസെൻറ്റേജ് ബേസസിലേക്ക് ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലെവൽസിന്റെ ഇവിടെ വാല്യൂ ആണ് നോർമലി കിടക്കുന്നത്, അത് നേരെ പെർസെൻറ്റേജിലേക്ക് നമ്മളൊന്ന് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാലോ ലേബൽ ചെയ്തേക്കുന്ന ലെഫ്റ്റ് സൈഡിലാണ്. നിങ്ങൾക്ക് അത് മതിയെങ്കിൽ അത് ചെയ്തോളുക. ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ റൈറ്റ് സൈഡിലേക്ക് ആക്കുക എന്റെ ഒരു കംഫോർട്ടിന് വേണ്ടി, വേറെ ഒന്നുമില്ല. റൈറ്റ്, അത് നിങ്ങൾക്ക് ലെഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് തന്നെ കീപ്പ് ചെയ്തോ, നോ പ്രോബ്ലം. റൈറ്റ്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. ഇതില് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതിൽ ഈ 0.3 നമുക്ക് ആവശ്യം വരുന്നില്ല, 0.23 നമുക്ക് ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു 50%, 61% മതി. പിന്നെ ഈ 1ഉം 0യും ഇത് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അത് മാത്രം നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വെക്കാം. ബാക്കി ലെവൽസോ ആ കളർഫുൾ ആയിട്ടുള്ളതോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മളുടെ ഈ ഒരു ഫിബ് നമുക്ക് യൂസ് ചെയ്യുന്നത് ഹയർ ലോസ് ഐഡന്റിഫൈ ചെയ്യാനും അവിടുന്ന് നമുക്കൊരു എൻട്രി എടുക്കാനും. ഇത് മാർക്കറ്റിൽ നമുക്ക് ഡൗട്ട് തിയറി ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇല്ലേ? അപ്പൊ ഇതില് ഈ ഒരു ലോയുടെ കൺഫർമേഷന് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫിബ് എടുക്കുകയും ഈ ഒരു സ്വിംഗ് ലോയിൽ നിന്ന് ഈ ഒരു സ്വിംഗ് ഹൈ വരെ നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പൊ എന്താണ് ഈ സ്വിംഗ് ലോ എന്ന് പറയുന്നത് 50% അല്ലെങ്കിൽ 61.8% ഈ ഒരു റേഞ്ചിൽ നിന്നായിരിക്കും തിരിച്ച് ഒരു ബൗൺസ് ബാക്ക് തരുന്നത്. ഇത് ഈ ഒരു ഹയർ ലോ കൺഫർമേഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഓൾമോസ്റ്റ് 61.8% എന്ന് പറയുന്നത് ഗോൾഡൻ റീട്രേസ്മെന്റ് ലെവലാണ്. അപ്പൊ ഇവിടുന്ന് അത് റീട്രേസ് ചെയ്യുകയാണെങ്കിൽ
നമുക്കത് അവിടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ മാർക്കറ്റ് മുകളിൽ നിന്ന് താഴത്തേക്ക് വരുവാണ്, റൈറ്റ്? ലോവർ ലോ, ലോവർ ഹൈ. അപ്പൊ ഇത് ലോവർ ഹൈ ആണ് എന്ന് കൺഫേം ചെയ്യാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇവിടുന്ന് ഫസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യുന്നു, സെക്കൻഡ് പോയിന്റ് വെക്കുന്നു. ഇത് ഓൾമോസ്റ്റ് ഈ ഒരു 0.5 50%, അതല്ലാന്നുണ്ടെങ്കിൽ 61.8% നിന്നാണ് റീട്രേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ താഴത്തേക്ക് നമുക്കൊരു പ്രോബബിലിറ്റി ഉണ്ട്. ഇതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സിഹോ, അപ്പൊ ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കേണ്ടത്, ഇല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്വിംഗ് ലോ നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഇത് കണ്ടോ, ഇതൊരു സ്വിംഗ് ലോ ആണ്. ഇവിടുന്ന് ഈ ഒരു ഹൈ വരെ വെച്ചപ്പോൾ 0. അതായത് 50%-ൽ നിന്നാണ് ഈ ഒരു റീട്രേസ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സിഹ ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ഹൈ വരെ വരച്ചു. അപ്പൊ എന്താ 50% വരെ വന്നിട്ടില്ല. 50% വരെ വന്നില്ല എന്ന് വെച്ച് റീട്രേസ് ആകത്തില്ല എന്നില്ല, ഒരിക്കലുമില്ല. അത് അതുവഴി പോകും. ചിലപ്പോൾ 23%, ചിലപ്പോൾ 30% ബൗൺസ് ബാക്ക് ആകും. അതൊന്നും കുഴപ്പമില്ല. ബട്ട് എന്നാൽ 0.5 ഇല്ലെ 61% ഒക്കെ ആണെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ലൊരു മൊമെന്റത്തിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 61.8%-ൽ നിന്ന് ഒറ്റയടിക്കൊരു റാലിയാണ് നമുക്കത് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഫിബിനെ യൂസ് ചെയ്യാവുന്നതാണ്. ബുള്ളി സൈഡിലേക്ക് മാത്രമല്ല, വേറെ സൈഡിലേക്കാണെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്, ഐഡന്റിഫൈ ചെയ്യാവുന്നതുമാണ്. സോ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫിബിന്റെ ബേസിസിൽ ഇത് നിങ്ങൾക്ക് ഫോറക്സും ക്രിപ്റ്റോയിലും സ്റ്റോക്കിലും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഫിബ് മാത്രം വെറുതെ യൂസ് ചെയ്യാതെ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ വേറെ ഇൻഡിക്കേറ്റേഴ്സ് ക്ലബ് ചെയ്യുക. ഫിബിന്റെ കേസിൽ മാത്രമല്ല, ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ 2-3 ഇൻഡിക്കേറ്റേഴ്സ് ക്ലബ് ചെയ്തിട്ട് വേണം ആസ് എ ബിഗിനർ നിങ്ങൾ അത് ചെയ്യേണ്ടത്. പിന്നീട് നിങ്ങൾക്ക് അതൊരു ഇന്റർമീഡിയറ്റ് ലെവലാണ്, ഇല്ലെങ്കിൽ ഒരു അഡ്വാൻസ് ലെവലാണ്, അല്ലെങ്കിൽ എക്സ്പെർട്ട് ലെവലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ അത് നോക്കി ചെയ്യാം. ആസ് എ ബിഗിനർ നിങ്ങൾ എപ്പോഴും ഫിബ് മാത്രമല്ല, ഫിബിനോടൊപ്പം ചേർന്ന് തന്നെ കുറച്ച് 1-2 ഇൻഡിക്കേറ്റേഴ്സ് അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഫിബ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് RSI ആഡ് ചെയ്യാം, MACD ആഡ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ എന്തായാലും ട്രേഡ് ചെയ്യേണ്ടത്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോറക്സിന്റെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ക്രിപ്റ്റോയുടെ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു ബ്യൂട്ടിഫുൾ വീഡിയോയിലൂടെ കാണാതെയാണ്. ഇനി എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് വീഡിയോ ആക്കണം, കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതുകൂടെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ടിൽ ദെൻ ബൈ.